ഊഞ്ഞാലാട്ടത്തിന്റെ പേരിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്ന ആഭ്യന്തര വകുപ്പ് വെറും പരിഹാസ്യരായി മാറാൻ പോവുകയാണ്. അതിന് കാരണമുണ്ട്. കാര്യം രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറുകാരാണല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഈ അടുത്ത കാലത്ത് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള BJP നേതാവ് സുഗതൻ എന്ന കൗൺസിലർ, അയാൾക്ക് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് അവസരമുണ്ടാക്കി കൊടുത്തിരുന്നു. അയാൾ ഏതൊക്കെ കേസിൽ പ്രതികളാണ്? 4ഓളം വധശ്രമ കേസ്, അതായത് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തി. അതിനോടൊപ്പം വാഴോട്ടുകോണത്തെ ഒരു ക്ഷേത്രത്തെ ഉത്സവത്തിനിടയിൽ ഹിന്ദുവിനെ തന്നെ ക്ഷേത്രത്തിനകത്തിട്ട് തല്ലിച്ചതച്ച ഒരു ഹിന്ദു കൗൺസിലർ, സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ച കേസ്, സാമ്പത്തിക തിരിമറി നടത്തിയ കേസ്, ക്രിമിനൽ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിരന്തരം വ്യാപൃതനായ വ്യക്തി. അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇതേ ദിവസം ഈ സ്റ്റേഷനിൽ ഒപ്പിടാൻ വരികയായിരുന്നു. ആ സന്ദർഭത്തിൽ പുറത്ത് കാത്തുനിന്നു 1.5 മണിക്കൂറോളം ഉദ്യോഗസ്ഥനില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുക, ആടുക നമ്മുടെ നാട്ടിൽ വിവാദമാകുമോ? മാധ്യമങ്ങൾക്കത് വിവാദമേ അല്ല, അത് സുഗതനല്ലേ. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. സുഗതന് വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അംഗത്വം നിലനിർത്താൻ വേണ്ടി പ്രത്യേക ഉത്തരവിറക്കിയവർ ഇപ്പോ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൂടി നിങ്ങൾ കേൾക്കണം. അല്പസ്വല്പ രാഷ്ട്രീയം കൂടിയുണ്ട്. ഒന്ന്, ഇഡി കേസിലെ പ്രതികൾ എന്ന് പറയുന്നതെല്ലാം CPM-ന്റെ ഇവിടുത്തെ നേതാക്കളാണ്. IP ബിനു പാളയം ലോക്കൽ സെക്രട്ടറിയാണ്. ആറ്റുകാൽ ഉണ്ണി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ്. R പ്രശാന്ത് എന്ന ഈ മ്യൂസിയം പോലീസിന്റെ ചുമതലക്കാരൻ ഇടത് പോലീസിലെ ഇടത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ആയിരുന്നു. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് അതിവേഗം നടപടിയെടുക്കും എന്ന് ഉറപ്പായിരുന്നു. ആ നടപടിയെടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ രാഹീസ്, നമ്മുടെ ഊഞ്ഞാലാടുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പബ്ലിക്കിന് ആ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടാമോ? അരുൺകുമാർ, അത് അങ്ങനെ ചോദിച്ചാൽ ഇത് സത്യത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1-2 ബൈക്ക് ആ കാർ പോർച്ചിന്റെ ഭാഗത്ത് വെക്കാം എന്ന് കഴിഞ്ഞാൽ മുറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ്. അത് റോഡാണ്. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ്, കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഗേറ്റും കോമ്പൗണ്ടും എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് മുമ്പിലേക്ക് വരുന്നത് ഇത് റോഡാണ്. ഇവിടെ തൊട്ട് റോഡാണ്, സാധാരണ ആളുകൾ നടന്നു പോകുന്ന റോഡാണ്.